ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദ്. എൻ്റെ സ്വാദിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് എണ്ണ ഓർമ്മ വരുമല്ലേ, എണ്ണക്കടി. അതൊന്നുമല്ല. ഓയിൽ വളരെ കുറവേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും, വൈകുന്നേരത്തെ നാസ്തിയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. നോർത്തേൺ സ്റ്റേറ്റിലുള്ള ഒരു പലഹാരമാണിത്. നമുക്ക് തീരെ പരിചയമില്ല, കാരണം കടലപ്പൊടി നമ്മൾ അത്ര ഉപയോഗിക്കുന്നില്ലല്ലോ, വെറും പക്കവടക്ക് മാത്രം. അവരെല്ലാം കടലപ്പൊടി നിറയെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഡിഷിൻ്റെ പേരാണ് വെജ് ടിക്ക. ഇത് കടലപ്പൊടിയും സൂചിയും, അതായത് റവയും കൂടി ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അതിൽ വെജിറ്റേറിയൻ ഉണ്ട്, അതുകൊണ്ടാണ് വെജ് ടിക്ക എന്നുള്ള പേര് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. എന്തെല്ലാം സാധനങ്ങൾ വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ ഈ കപ്പ് അടയാളത്തിലാണ് എല്ലാം എടുത്തിരിക്കുന്നത്. 1 കപ്പ് കടലപ്പൊടി, അതേ അളവിൽ 1 കപ്പ് സൂചി, പിന്നെ 1/2 കപ്പ് തൈര്. ഡബിൾ പാനി എടുത്തിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ഉപയോഗിക്കണം. ആദ്യം നമുക്ക് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കാം, എന്നിട്ടാണ് പച്ചക്കറിയെല്ലാം ഇടാൻ പോകുന്നത്. കടലപ്പൊടി, സൂചി എന്ന് പറഞ്ഞാൽ റവ, പിന്നെ തൈര്, ഇതെല്ലാം കൂടി ഒന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യണം. അതുകൊണ്ടാണ് വെജിറ്റബിൾ ഇടുന്നതിന് മുന്നേ അത് മിക്സ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിൻ്റെ കടലപ്പൊടിയിൽ നന്നായിട്ട് ഇളകണം. അവിടെ ഇവിടെയും കടിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ പച്ചക്കറിയിൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വരുന്നുണ്ട്, അതെല്ലാം ചതുക്കി ഇട്ടാൽ അത് ടേസ്റ്റ് മാറും. എന്ത് തന്നെ ആയാലും ചതുക്കാതെ നമുക്കത് കടിക്കില്ലേ, ആ കടിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് വേണം. ഇത് നന്നായി ഇളക്കി യാതൊരു കട്ട ഒന്നും ഇല്ലാതെ വേണം. കടലപ്പരിപ്പ് അറിയാലോ, കടലപ്പൊടി അറിയാലോ എല്ലാവർക്കും. ഇത് കട്ട കെട്ടിപ്പോവും പെട്ടെന്ന് നന്നായി ഇളക്കിയിട്ടില്ലെങ്കിൽ. നന്നായി ഇളക്കി നല്ല ലൂസായിട്ടാണ് ഇത് നമുക്ക് ഉണ്ടാക്കേണ്ടത്. നന്നായി ഇളക്കണം. ഇത് കണ്ടില്ല, ഇനിയും ഉണ്ട് കട്ട മാതിരി, അതൊന്നും പാടില്ല. നന്നായി ഇളക്കി ചേർക്കുക. എന്നിട്ടേ നമുക്ക് വെജിറ്റബിൾ എല്ലാം ഇടണ്ടുള്ളൂ, കാരണം വെജിറ്റബിൾ ഇട്ടാൽ പിന്നെ ഇങ്ങനെ ഇളക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു ലംസും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഇളക്കി കിട്ടണം. പിന്നെ കടലപ്പൊടിയൊക്കെ പെട്ടെന്ന് കൊഴുക്കുന്ന സാധനങ്ങളാണ്, അപ്പോൾ വെള്ളവും ഇഷ്ടംപോലെ ചേർക്കേണ്ടി വരും. ഞാനൊരു 1/4 കപ്പ് വെള്ളം മാത്രമേ അധികം എടുത്തിട്ടുള്ളൂ, ഇതിൻ്റെ അളവനുസരിച്ചിട്ട്. എല്ലാം ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ചേർക്കാം. ഇതിൻ്റെ മസാലകളും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ചേർക്കണം. ഇനി അതാണ് നെക്സ്റ്റ്. എല്ലാവരും ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു കട്ട കെട്ടിയ സാധനങ്ങളും പാടില്ല, കട്ട കെട്ടി നിൽക്കാനേ പാടില്ല. നന്നായിട്ട് ഇളക്കി ചേർക്കണം ഇത്. ഇനി ഓരോന്നായിട്ട് ചേർക്കാം, മസാല ചേർക്കാം. ആദ്യം തന്നെ കായപ്പൊടി. കായം ദഹനത്തിന് ഏറ്റവും നല്ലതാണ്. ഇത് കടലപ്പൊടിയാണ് അറിയാലോ, അതുകൊണ്ട്. പക്ഷെ അധികം വേണ്ട, ടേസ്റ്റ് മാറുമല്ലോ. കുറച്ച് കായപ്പൊടി, പിന്നെ ഓരോരുത്തർക്കും ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്, കുറച്ച് ജീരകം, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചതുക്കാൻ പാടില്ല, അതെല്ലാം ഇങ്ങനെ തന്നെ മുറിച്ചിട്ടാലാണ് അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും നമുക്ക്. ഇനി ഇതാ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം കുറച്ച് മതി. മുളക് പൊടി നല്ല പുതിയതായിരിക്കണം. കുറച്ച് മല്ലിയില, കോളിഫ്ലവർ, കുറച്ച് ചെറുതായി അരിഞ്ഞ കോളിഫ്ലവർ, പച്ചമുളക്, കുഞ്ഞായി അരിഞ്ഞ കുറച്ച് ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റിൻ്റെ കഷ്ണം എടുത്തത്, ക്യാപ്സിക്കം, ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം. ഇതാണ് നമ്മുടെ ബാറ്റർ. ഇപ്പം റെഡിയായി കഴിഞ്ഞു. എല്ലാം നന്നായി ഇളക്കണം. ഇത് വെള്ളം പോരാ, നല്ല വെള്ളം പോലെ ഇരിക്കണം. നല്ല കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതിൻ്റെ, വെള്ളം മാറി ലൂസ് കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വേണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഈ ബാറ്റർ നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നതിന് മുൻപേ നമുക്ക് ചെറിയൊരു പണിയുണ്ട്. കാരണം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലേറ്റിലാണ് ഇതിനെ പരത്തി വെക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം എണ്ണ പരത്താം, പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒഴിക്കണം.
എണ്ണ പുരട്ടി വെച്ചു, ഓയിൽ പുരട്ടി ഒരു പ്ലേറ്റ്, എല്ലാ സൈഡിലും ഓയിൽ പുരട്ടി വെച്ചു. അതൊക്കെ ഇനി ആവശ്യം നമുക്ക് തുടങ്ങാം. ആദ്യം ഗ്യാസ് കത്തിക്കുക, നല്ലൊരു കട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെക്കുക, ഇത് ഒഴിക്കുക. ആദ്യം നല്ല സിമ്മിൽ തന്നെ വെക്കട്ടെ, ഒന്ന് പതക്കുന്നവരെ. അതിന് ശേഷം നമ്മൾ സിം കുറച്ചിട്ട് ഇതിനെ ഇളക്കി 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 വരട്ടിയെടുക്കണം. ആദ്യം നല്ല സിമ്മിൽ വെക്കുക, പിന്നെ പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് നിർത്താൻ പാടില്ല. അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര സമയത്തെ ഹാർഡ് വർക്കെല്ലാം വെറുതെ ആവും. എല്ലാവരും കാണുന്നുണ്ടല്ലോ വീഡിയോസ് എല്ലാം. അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് അടിക്കണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരോടും പറയണം, ഫ്രണ്ട്സുമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പലതരം ഫുഡ് ഐറ്റംസ് അല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്, ആർക്കും അത്ര പരിചയമല്ലാത്തത്. ഇപ്പോൾ എല്ലാവരും നോർത്ത് ഈസ്റ്റിലെല്ലാം പോയി എല്ലാവർക്കും അധികം അറിയാം. എന്നാലും ഒരു 75% പോയാലും ബാക്കിയുള്ള 25% എന്തെന്ന് അറിയില്ലായിരിക്കും. നമുക്കറിയുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരു വിഷമമില്ല. നമുക്ക് എല്ലാവരും ഷെയർ ചെയ്യണം. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നന്നായി കുറുകി കുറുകി വരും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോ വരാൻ തുടങ്ങി. ഇനി അധികം സമയം പിടിക്കില്ല. ആ പച്ച മണമൊക്കെ പോയി വരണം. ഇനി ഞാൻ സിമ്മ് കുറച്ച് ഇതിൽ വെക്കാൻ പോവാം. കാരണം ഇത് വേവണല്ലോ എല്ലാം ഒന്ന്. ഇത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൂടി സമയം വേണ്ട, അങ്ങനെ ആവുന്നൊരു ഡിഷാണിത്. കട്ടിയായി വരുമ്പോൾ ഇളക്കാൻ നല്ല പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം ഇത്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പാകം. നന്നായി ഇപ്പം എല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്നാവും, അതുകൊണ്ടാണ് ഇഷ്ടംപോലെ വെള്ളം ചേർക്കാൻ പറഞ്ഞത്. വേവൊന്നും കുറഞ്ഞു പോകണ്ട. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഗ്യാസ് ഓഫാക്കി പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ മുന്നേ ആക്കി വെച്ച പ്ലേറ്റ് ഇല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് ആക്കി വെക്കണം. എൻ്റെ ഈ ചീനച്ചട്ടി തീരെ ചൂടാവില്ല. ഇങ്ങനെ കൈ പിടിക്കുന്ന സ്ഥലത്ത് ചൂടുണ്ടാവില്ല. നന്നായി എല്ലാ സൈഡിലും നമ്മൾ ഹൽവയെല്ലാം സൂചിൻ്റെ ഹൽവയെല്ലാം ഉണ്ടാക്കിയാലാക്കില്ല, അതുമാതിരി എല്ലാ സൈഡിലും ആക്കി കുറച്ച് എണ്ണ ഈ സൈഡിലെല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് എണ്ണയുള്ള സ്പൂൺ കൊണ്ട് ചെയ്താൽ മതി. ഇനി ഒരു 10 മിനിറ്റ് സമയം ഇത് ഉണങ്ങിക്കിട്ടണം, എന്നാലേ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് സമയം ഇതവിടെ നിൽക്കട്ടെ. 10 minutes later. ഇതെല്ലാം തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസായി ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ മുറിച്ചെടുക്കാം. ഇങ്ങനെ ഓരോ പീസായിട്ട് മുറിച്ച് മാറ്റും. ഒരു നോൺ സ്റ്റിക്ക് തവ വെച്ചു, കുറച്ച് എണ്ണ, ആദ്യമൊന്നും എണ്ണ എടുത്തിട്ടില്ല.
ഇനി ഇതിനെ അപ്പുറത്തും ഇപ്പുറത്തും മറച്ചിട്ട് നമുക്കൊന്ന് ചൂടാവുന്നവരെ നന്നായിട്ട് എടുക്കണം. ഇത് ബ്രൗൺ കളർ ആവുന്നവരെ. ഒരു സൈഡ് ബ്രൗൺ കളർ ആയാൽ നമുക്ക് മറ്റേ സൈഡ് മുറിക്കും. നല്ല ബ്രൗൺ കളർ ആവട്ടെ. അധികം എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണയിൽ തന്നെ നമുക്കിത് ശരിയാക്കി എടുക്കണം. മല്ലിയില ചട്നിയോ അല്ലെങ്കിൽ നമ്മളെ സാധാരണ തേങ്ങാ ചട്നിയോടെ കൂടെ കഴിക്കാം. അല്ലെങ്കിൽ ഒരു സോസ് മതി. വൈകുന്നേരത്തെ ചായക്കാണെങ്കിൽ നമുക്കൊരു സോസിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. നന്നായിട്ട് ബ്രൗൺ കളറായി വരണം. ഞാൻ ഈ ഒഴിച്ച എണ്ണ ഇത്രയും എണ്ണയും വേണ്ട. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ കുറച്ച് വെച്ചു. എന്നാൽ നല്ല ബ്രൗൺ കളറിൽ കിട്ടുകയും ചെയ്യും എണ്ണ കുറഞ്ഞു കഴിഞ്ഞാൽ. ഇടയ്ക്കിടയ്ക്ക് മറിച്ചേണ്ട ആവശ്യമില്ല. നന്നായി ആയും തോന്നിയാൽ നമുക്ക് മറ്റേ പറ്റണം. രണ്ട് സൈഡും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല റെഡ് കളറിൽ വരണം. എന്നാലേ നമുക്കൊരു ഇതുള്ളൂ. ശരിക്കും റെഡ് കളറിൽ വരണം. എന്നാലും നമുക്കത് ആർക്കും കൊടുക്കുന്ന സമയത്തും എല്ലാം നല്ലൊരു ഭംഗി വേണ്ടേ. ഇനി ഗ്യാസ് സ്റ്റവ് ഓഫാക്കി എണ്ണയില്ലാതെ എടുക്കുക. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചാൽ മതി. ഏത് ഡിഷാണ് നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിലുള്ളത് കാണേണ്ടത് അതൊന്ന് എല്ലാവരും ദയവ് ചെയ്തിട്ട് എനിക്ക് കമൻ്റ് അറിയിക്കുക. ഞാൻ കാണിക്കുന്നതാണ്. ഇനി അടുത്തതും നമുക്കിടാം. 6 hours later. അങ്ങനെ ഇന്നത്തെ വെജ് ടിക്ക റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. വീഡിയോ കണ്ട് പാസ് ചെയ്ത് വരെ ടേസ്റ്റ് ഇല്ലല്ലോ. പിന്നെ ഞാൻ ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് കൊടുക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. എല്ലാ വെജിറ്റബിളും ഉണ്ട്. കടലപ്പൊടിയുണ്ട്, സൂചിയുണ്ട്. ഒന്നും അത്ര വലിയ ശരീരത്തിന് മോശമുള്ള സംഗതിയൊന്നുമില്ല. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.